പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 13 ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു ദിവസം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ പ്രഭാതം കാണാൻ സാധിക്കാനാകാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ഓർത്ത് വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസമായി ഭവിക്കട്ടെ. ഇന്ന് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങളോടൊപ്പം താങ്ങും തണലും കരുതലും സംരക്ഷണവുമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. മത്തായി സുവിശേഷം 19 അധ്യായം 23 വചനം എന്ന് ധ്യാനിക്കാം. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സമ്പത്തുള്ളവരെയൊക്കെ സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കും എന്ന അർത്ഥമല്ല ഈ വചനത്തിന്. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരൊക്കെ സ്വർഗരാജ്യത്തിൽ പോകും എന്നും അർത്ഥമില്ല. പങ്കുവയ്ക്കേണ്ടത് പങ്കുവയ്ക്കാതെ, കൊടുക്കേണ്ടത് കൊടുക്കാതെ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ലാതെ സ്വാർത്ഥതയിൽ ജീവിക്കുന്നവരെയാണ് സമ്പന്നർ എന്ന് വചനം വിളിക്കുന്നത്. അവർ ലോകത്തിൻ്റെ മുമ്പിൽ സമ്പന്നരാണ്. എന്നാൽ എടുത്തു കൊടുക്കുവാനും പങ്കുവയ്ക്കുവാനും തയ്യാറാകുന്നവർ കർത്താവിൻ്റെ മുമ്പിൽ സമ്പന്നരാകും. അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പങ്കുവയ്പ്പിൻ്റെ സുവിശേഷം പ്രാവർത്തികമാക്കിക്കൊണ്ട് ആത്മീയ സമ്പന്നരായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.